ദുഃഖവെള്ളിയുടെ സങ്കടത്തിനും ഉയർപ്പിന്റെ സന്തോഷത്തിനുമിടയിൽ വികാര നിർഭരമായി നീണ്ടുകിടക്കുന്ന ദുഃഖശനിയും. ക്രിസ്തുവിനെ തേടിയിറങ്ങേണ്ടതിന്റെ ആവശ്യകതയെയാണ് ദുഃഖശനി നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ജീവിതത്തിൽ ശൂന്യത നിറയുമ്പോഴും ക്രിസ്തുവിനെ തേടിയിറങ്ങാനുള്ള മനസ്സാണ് നമ്മെ വീണ്ടും ജീവനുള്ളവരാക്കാൻ പ്രേരിപ്പിക്കുന്നത്. പാപത്തിന് മരിച്ച് ക്രിസ്തുവിനോടൊപ്പം ഉത്ഥാനം ചെയ്യേണ്ടവരാണ് നാം എന്ന ചിന്തയാണ് ഈ ദിനം പകർന്നു നൽകുന്ന മറ്റൊരു സന്ദേശം. സ്നേഹമുള്ളവരെ, ക്രിസ്തുവിനോടുകൂടെ ചേർന്ന് നിൽക്കുന്നവർക്ക് ഉത്ഥാനമുള്ളൂ. വിശുദ്ധ യാക്കോബ് ശ്ലീഹ എഴുതിയ ലേഖനം 4-ാം അധ്യായം 8-ാം വാക്യം പറഞ്ഞു വെക്കുന്നു: നിങ്ങൾ ദൈവത്തോട് ചേർന്ന് നിൽക്കുവിൻ, അവിടുന്ന് നിങ്ങളോടും ചേർന്ന് നിൽക്കും. ദുഃഖശനിയാഴ്ച നാം എല്ലാവരും മാമോദിസ വ്രത നവീകരണം നടത്താറുണ്ട്. ആദിമ ക്രിസ്ത്യാനികൾ ഏറെ നാളത്തെ പ്രാർത്ഥനയ്ക്കും കാത്തിരിപ്പിനും ഒരുക്കത്തിനും ശേഷമാണ് ഈ ദിവസത്തിൽ വിശ്വാസത്തിലേക്ക് കടന്നു വരാറുള്ളത്. നമ്മുടെ വിശ്വാസ ജീവിതത്തെ പുനഃപരിശോധിക്കാനും ജീവിതത്തിൽ ശൂന്യത അനുഭവിക്കുന്ന നിമിഷങ്ങളിൽ ക്രിസ്തുവിനെ തേടിയിറങ്ങാനും ഉയർപ്പിന്റെ സന്തോഷത്തിൽ ആനന്ദിക്കുവാനും ദൈവം നമ്മെ അനുഗ്രഹിക്കും.